അനശ്വര വിപ്ലവകാരി ഏണസ്റ്റോ ചെഗ്വേരയുടെ 49ാം രക്തസാക്ഷിത്വ ദിനമാണിന്ന്. 1928 ജൂൺ 14 അർജന്റീനയിലെ റൊസാരിയോയിൽ ജനിച്ച ചെഗ്വേര മെഡിക്കൽ ബിരുദധാരിയും എഴുത്തുകാരനും ഗറില്ല യുദ്ധ പോരാട്ടത്തിലൂടെ ക്യൂബൻ വിപ്ലവ നേതാവുമായി. ചെ എന്ന ഒരക്ഷരം ഇന്ന് ലോകത്തിനു മുന്നിൽ പോരാട്ടത്തിന്റെയും യുവത്വത്തിന്റെയും ചിഹ്നമായി മാറിയിരിക്കുകയാണ്. ചെഗ്വേരയുടെ ജീവിതത്തിലൂടെ ബൊളീവിയൻ കാടുകളിൽ സായുധ പോരാട്ടം നടത്തുന്നതിനിടെയാണ് ചെ പിടിയിലാകുന്നത്. ബൊളീവിയൻ പട്ടാളക്കാർക്കൊപ്പം അമേരിക്കൻ പട്ടാളക്കാരും കൂടിച്ചേർന്നാണ് ആ വേട്ട നടത്തിയത്. വെടിയേറ്റ് വീഴും വരെ ചെ പൊരുതി. തടവുകാരനായിട്ടും സാധാരണ പട്ടാളക്കാരുമായി മാത്രമേ സംസാരിക്കൂ എന്ന് ചെ വാശി പിടിച്ചു. അപമാനിച്ച പട്ടാള ഓഫീസറെ കൂട്ടിക്കെട്ടിയ കൈകൾ കൊണ്ട് ആക്രമിച്ചു. കയ്യേറ്റം ചെയ്ത മറ്റൊരു ഓഫീസറുടെ മുഖത്ത് തുപ്പി. നിന്റെ അനശ്വരതയെക്കുറിച്ചാണോ നീ ആലോചിക്കുന്നത് എന്ന് ചോദിച്ച ശത്രുവിന് വിപ്ലവത്തിന്റെ അനശ്വരതയെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് ഉത്തരം നൽകി. കൊല്ലാൻ വന്ന പട്ടാളക്കാരനെ വെടിവെക്കൂ ഭീരു, നീ കൊല്ലുന്നത് ഒരു മനുഷ്യനെയാണ് എന്ന് പറഞ്ഞ് നാണം കെടുത്തി. 1967 ഒക്ടോബർ 9 വീരോചിതമായി രക്തസാക്ഷിത്വത്തിലേക്ക് ചെ കടന്നുപോയി. അർജന്റീനയിൽ ജനിച്ച് ക്യൂബയെ വിമോചിപ്പിച്ചും കോങ്കോയുടെയും ബൊളീവിയയുടെയും വിമോചനത്തിനു വേണ്ടി പൊരുതി മരിച്ച ചെ കമ്മ്യൂണിസ്റ്റ് സാർവദേശീയതയുടെ രക്തനക്ഷത്രം. കഴിഞ്ഞ നൂറ്റാണ്ട് ലോകത്തിന് നൽകിയ വിപ്ലവത്തിന്റെ യുവത്വം. പൊരുതുന്ന ലോകം ആ വിപ്ലവ ഇതിഹാസത്തെ ഓർക്കുന്നത് ചെയുടെ തന്നെ വാക്കുകളിലൂടെയാണ്. ഞാൻ വിമോചകനല്ല, വിമോചകൻ ഇല്ലേയില്ല, ജനങ്ങൾ തന്നെത്താനാണ് വിമോചനം കണ്ടെത്തുന്നത്. കൾച്ചറൽ ഡെസ്ക്.